Our hearts beat to the ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ വാവച്ചി വന്നിരിക്കുന്നു. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ വാവച്ചിക്ക് ഡെയിലി മസ്റ്റായിട്ട് എന്തൊക്കെ നമ്മൾ കൊടുക്കുന്നു എന്നുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം വാവച്ചിനെ നമ്മൾ സ്കൂളിൽ ചേർത്തതിന് ശേഷം വാവച്ചിക്ക് എപ്പോഴും വെച്ചാൽ 2 ആഴ്ച കൂടുമ്പോഴും പനി, കോൾഡ്, ചുമ എല്ലാം വരുമായിരുന്നു. പിന്നെ നമ്മൾ മറിയില്ല, 3-4 അടുത്താണ് നമ്മൾ താമസിക്കുന്നുണ്ട്. പിന്നെ കോൾഡിൻ്റെ കാര്യത്തിൽ പറയാൻ വേണ്ട, എപ്പോഴും കോൾഡ് തന്നെയായിരിക്കും. പിന്നെ കോൾഡ് വന്നാൽ ചുമ വരും. അപ്പോൾ അതുകൊണ്ട് വാവച്ചിയുടെ വെയിറ്റൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. അതിന് ശേഷമല്ലേ പനി വന്നതിന് ശേഷമല്ലേ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ. അപ്പോൾ വാവച്ചി പറയാണ് പനി വന്നതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ നമ്മൾ പീഡിയാട്രീഷ്യനോട് പറഞ്ഞു ഇങ്ങനെ വെയിറ്റ് കുറച്ച് കുറഞ്ഞു തുടങ്ങി. അതായത് പനി വന്നപ്പം വെയിറ്റ് കുറഞ്ഞു തുടങ്ങി. ഫുഡൊന്നും കഴിക്കുന്നില്ല ആ സമയത്ത്. പനി വന്നപ്പം വെയിറ്റ് കുറഞ്ഞു, ക്ഷീണം വന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക് പേരൻസിന് കൺസേൺ ഉണ്ടാവുമല്ലോ ഫുഡ് കഴിച്ചില്ലെങ്കിൽ. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു നമ്മൾ എന്തൊക്കെ ഫുഡ്സാണ് നമ്മൾ ഡെയിലി കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. കാരണം കുറച്ച് നമുക്ക് ഇത്തിരി വെയിറ്റ് കൂട്ടണമല്ലോ. അപ്പം മെലിഞ്ഞിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് ആക്റ്റീവായാൽ മതി. അപ്പോൾ ആക്റ്റീവാണ്, പക്ഷെ നമ്മൾ കുറച്ച് വെയിറ്റ് കൂട്ടാൻ മാത്രമാണ് നമ്മുടെ കൺസേൺ. അപ്പം ഡോക്ടർ ഡെയിലി കഴിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഡെയിലി കഴിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് കാപ്സ് അടങ്ങിയ ആഹാരങ്ങൾ. മെയിനായിട്ട് ചോറ് കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സ്. അപ്പോൾ വാവച്ചിക്ക് ചപ്പാത്തി ഇഷ്ടമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് നമ്മൾ ഡെയിലി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നല്ല, ഡെയിലി നമ്മൾ കൊടുത്തിരിക്കണം. കാരണം അതിൽ നമുക്ക് എനർജി സോഴ്സ് ഉണ്ടല്ലോ. അപ്പം പിള്ളേർക്ക് പ്രത്യേകിച്ച് എനർജിയുടെ ആവശ്യമുണ്ട്, കളിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനർജി ആവശ്യമുണ്ട്. സോ നമ്പർ 1 മെയിനായിട്ട് കൊടുക്കേണ്ടത് ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സ് അടങ്ങിയ ഫുഡ്സ്. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ ഐറ്റം എഗ്ഗാണ് കേട്ടോ. എഗ്ഗ് വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫുഡ് ഐറ്റമാണ്. അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എഗ്ഗ് കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ നമുക്ക് ചിക്കൻ, ഫിഷ്, മീറ്റ്, പിന്നെ കടല, പരിപ്പ് ഇത് നമുക്ക് കൊടുക്കാം എഗ്ഗ് കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ. പക്ഷേ എഗ്ഗ് കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ നമ്മൾ ഡെയിലി എഗ്ഗ് ഒന്ന് കൊടുത്തിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ അകത്ത് പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇവരുടെ ഹൈറ്റിനും വളർച്ചയ്ക്കും പിന്നെ ബ്രെയിൻ്റെ വളർച്ചയ്ക്കൊക്കെ വളരെ യൂസ്ഫുൾ ഐറ്റമാണ് എഗ്ഗ്. അപ്പോൾ വാവച്ചി എഗ്ഗ് ഡെയിലി കഴിക്കുമോ? അപ്പം എഗ്ഗ് കഴിക്കാറില്ലേ? അപ്പം കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എഗ്ഗ് കഴിക്കാത്ത പിള്ളേർക്ക് നമുക്ക് ചിക്കനും മീറ്റും ഒക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ കടല, പരിപ്പ്, പിന്നെ ചെറുപയർ, ബീൻസ് ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ഡെയിലി കൊടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ എഗ്ഗ് കഴിക്കാത്ത പിള്ളേർക്ക്, അല്ല വാവച്ചി? പിന്നെ 3ാമത്തെ ഐറ്റം മിൽക്ക്. വാവച്ചിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു ഐറ്റമാണ് മിൽക്ക്. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മിൽക്ക് ഇപ്പോൾ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പം ഇഷ്ടമാണ്, ചില ദിവസം ഇഷ്ടമേ അല്ലേ? അപ്പോൾ നമ്മൾ മിൽക്ക് കുടിക്കാത്ത പിള്ളേർക്ക് എന്താ കൊടുക്കണ്ടേ? തൈര് കൊടുക്കാം, അല്ലെങ്കിൽ ചീസ് കൊടുക്കാം, ബട്ടർ, അതായത് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് എടുക്കാം മിൽക്ക് കുടിക്കാത്ത പിള്ളേർക്ക്. തൈരുണ്ട്. മിൽക്ക് കുടിക്കാത്ത സമയത്തൊക്കെ വാവച്ചിക്ക് തൈരാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചീസ് കൊടുക്കാം. പിന്നെ തൈരും ചീസും അല്ലാതെ നമുക്ക് റാഗി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാം ഈ മിൽക്ക് കുടിക്കാത്ത പിള്ളേർക്ക്. അപ്പം ഇതിനകത്ത് കുറേ കാൽസ്യങ്ങളുണ്ട്. അപ്പോൾ കാൽസ്യം അടങ്ങുന്നതുകൊണ്ട് പല്ലിനും എല്ലിനും ഒക്കെ ശക്തി കിട്ടും അല്ലേ മിൽക്ക് കുടിക്കുമ്പോൾ, അല്ലേ? ആച്ചി ഡോക്ടർ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പോൾ കാൽസ്യം ഉള്ളതുകൊണ്ട് പല്ല് നല്ലതായിരിക്കും, എല്ല് നല്ലതായിരിക്കും. അപ്പോൾ വാവച്ചി എന്താകും? ശക്തിമാനാകും അല്ലേ? അതുകൊണ്ട് നമ്മൾ മിൽക്ക് ഡെയിലി കുടിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ഐറ്റമാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും. അല്ലേ വാച്ചി? വെജിറ്റബിൾ ഡെയിലി ഒരു വെജിറ്റബിൾ എങ്കിലും കഴിക്കണം. അതേപോലെ ഒരു ഫ്രൂട്ട്സ് എങ്കിലും നമ്മൾ ഡെയിലി കഴിച്ചിരിക്കണം അല്ലേ? വെജിറ്റബിൾസും ഫ്രൂട്ട്സിൽ എന്താ ഉള്ളത്? വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലുള്ളിൽ കയറുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആകും. അതേപോലെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് അധികം പനിയൊന്നും വരത്തില്ല, പെട്ടെന്ന് കോൾഡ് വരത്തില്ല, ചുമ വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കണം. അതേപോലെ ഈ ഫ്രൂട്ട്സിലൊക്കെ ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് എന്തായിരിക്കും? ആപ്പിൾ കഴിക്കുമ്പോൾ വെച്ചിരുന്നു അല്ലേ? അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോൾ ഫൈബർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫൈബർ നമ്മുടെ കഴിക്കുന്ന ആഹാരം എന്തായാലും വേഗം ഡൈജഷൻ നടത്തി തരും അല്ലേ?
അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും എല്ലാ കാര്യങ്ങളും അല്ല വായിച്ചിക്കുട്ട. സോ ഡെയിലി ഒരു വെജിറ്റബിൾസും ഒരു ഫ്രൂട്ട്സും കഴിച്ചിരിക്കണം. നെക്സ്റ്റ് എന്താ ഡോക്ടർ പറഞ്ഞേക്കണേ? നട്ട്സ് അല്ലേ. നട്ട്സ് എന്തൊക്കെ കഴിക്കാം നമുക്ക്? കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്, ബദാം. കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്, പിന്നെന്താ? ആൽമണ്ടാണ് ബദാം. അപ്പൊ ഇതൊക്കെയാണ് നെക്സ്റ്റ് അടുത്ത ലിസ്റ്റിൽ ഡോക്ടർ പറഞ്ഞേക്കണേ. നട്ട്സ് ഡെയിലി കഴിച്ചിരിക്കണം പറഞ്ഞേക്കുന്നത്. കാഷ്യൂ. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഡെയിലി വാട്ടർ ബോട്ടില് വെള്ളം ഒഴിച്ചു വെക്കണം പിള്ളേർക്ക് കുടിക്കാനായിട്ട്. നമ്മൾ ശ്രദ്ധിക്കണം. വാട്ടർ ബോട്ടിലെ വെള്ളം ഡെയിലി കുടിച്ചിരിക്കണം, അത് തീർത്തിരിക്കണം അല്ലേ. ഡെയിലി വെള്ളം കുടിക്കാനല്ലേ ഡോക്ടർ പറഞ്ഞേക്കണേ. കുറേ വെള്ളം കുടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പീഡിയാട്രിഷ്യൻ വാവച്ചിയോട് പറഞ്ഞേക്കുന്നത്. ഡെയിലി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റൊക്കെ വയ്ക്കും എന്നൊക്കെ അല്ലേ. ക്ഷീണിച്ചിരുന്നാലും കുഴപ്പമില്ല, ആക്റ്റീവായിരുന്നാൽ മതി എന്നാണ് നമ്മുടെ ഡോക്ടറുടെ അഭിപ്രായം. അപ്പം ഡെയിലി നമ്മൾ എന്തൊക്കെ കഴിച്ചിരിക്കണം? ക്ഷീണിച്ചിരിക്കുക എന്ന് വെച്ചാൽ മെലിഞ്ഞിരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. മെലിഞ്ഞിരുന്നാലും കുഴപ്പമില്ല, അധികം വണ്ണം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. മെലിഞ്ഞിരുന്നാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ക്ഷീണിക്കുക എന്ന് പറയുന്നത്. അപ്പം ഡെയിലി നമുക്ക് കഴിക്കേണ്ട ഫുഡ്സ് എന്തൊക്കെയാണ് വാവച്ചി? വെജിറ്റബിള്, ഫ്രൂട്ട്സ്, നട്ട്സ്, വെള്ളം കുടിച്ചിരിക്കണം. പിന്നെന്താണ്? എഗ്ഗ്, മിൽക്ക്. പിന്നെ നിങ്ങളുണ്ടല്ലോ ഫൈബർ അല്ല, ഫൈബറാണോ കാബ്സ് ആണോ? കാബ്സ് അടങ്ങിയ ഫുഡും കൂടെ കഴിക്കണം അല്ലേ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.